കാര്യങ്ങളൊന്നും അതിലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കണേ. ഇപ്പം അത് പല കാര്യങ്ങളും വെറുതെ ആവശ്യമില്ലാണ്ട് എടുത്ത് പൊക്കിട്ടിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തമ്മയിൽ കൊടുത്ത് അതിനെ കുറിച്ച് സംസാരിക്കാൻ വില ആരാ അല്ലേ? അതൊക്കെ മോശം പരിപാടിയല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരാളെ വീഡിയോ വെച്ചിങ്ങായിട്ട് വേറെ ആൾക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ, അതായത് വേറൊരുത്തന്റെ ഇറച്ചി വന്ന് തിന്നുക, അത് പബ്ലിക്കായിട്ട് അതിന് കുറെ ആൾക്കാർ കമന്റിലും ഇത് തിന്നണതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ. അപ്പൊ അത് എന്നൊക്കെ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടതിനനുസരിച്ച് പ്രതികരിക്കുക എന്ന് മാത്രമാണ്. അഥവാ ടി ഫാമിലി എന്ന് പേരായ ആ ഫാമിലി ബ്ലോഗർമാരിലെ സഫിയയും സെമിയയും അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ പരിധി വിട്ട് ഈ പരസ്യമായി ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം സമൂഹത്തിന് ഒരു കുടുംബസമേതം ഒരു വീടിനകത്ത്, അതല്ല ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് ഈ സൈബർ ഇടം ശക്തിപ്പെട്ടപ്പോൾ ആൻഡ്രോയിഡ് ഫോണുള്ളവരാണ് എല്ലാവരും. അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ തീന്മേശയിൽ അല്ലേ, അവരുടെ കിടപ്പറയിൽ, അല്ലെങ്കിൽ അവർ പള്ളിയിൽ പോകുമ്പോഴും അവിടെ എല്ലാ യാത്രയിലും ഇതൊക്കെ കാണും. അപ്പോൾ ഈ ടി ഫാമിലി എന്ന് പറയുന്ന ഈ മുസ്ലിം ഫാമിലിയാണ്. ആ മുസ്ലിം ഫാമിലി ഇന്ന് ഇതര വിഭാഗങ്ങളെ കൊണ്ടുപോലും പര്യാപ്തമാകത്തക്ക രീതിയിലാണ് അവർ അങ്ങേയറ്റം വഷളായിട്ട് വളരെ ഐശുവിന്റെ സ്കൂളില് മറ്റേതൊക്കെ ഉണ്ടാവില്ലേ, മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് മീറ്റിംഗിന് പാരന്റ്സ് മീറ്റിംഗിന് ആരാ പോവുക, എങ്ങനാ പോവുക? വടിയൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങനല്ല, വടിയൊക്കെ കുത്തിപ്പിടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാവും അപ്പോഴും കയ്യില് വളരെ വൾഗറായിട്ടുള്ള വ്ളോഗുകളാണ് എന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിൽ യാതൊരു കണ്ടന്റ്, എന്തെങ്കിലും ഒരു ഗുണപാഠം സമൂഹത്തിന്. കുറേ ഫാമിലി വ്ളോഗേഴ്സ് ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ പോലും എടുത്തു പറയേണ്ടതാണ് ഈ ടി ഫാമിലിയുടെ ഈ ഇത്രയേറെ. കുറച്ച് മുമ്പ് ആ ഗർഭിണിയായിരിക്കുക ആ ഗർഭത്തിൻ്റെ മൂത്രത്തെ എടുത്ത് കൺസൾട്ടിങ് നോക്കണോ, ഒരു ലാബിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം സാധാരണ രീതിയിൽ എടുത്ത് ആ സെഫി എന്ന് പറയുന്നവൻ ആലോചിച്ച് നോക്കി, ഇവൻ്റെ തലച്ചോറിൽ എന്താണെന്ന് ആലോചിക്കണത്. 10-28 വയസ്സെങ്കിലും ഇവന് പ്രായമായില്ലേ? 10-30 വയസ്സ് പ്രായം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല, ചെറിയ കുട്ടികളല്ലല്ലോ. എന്നിട്ട് അത് സമൂഹത്തിന് മുമ്പ് ലജ്ജ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഇല്ലടോ. നീ ഒരു യഥാർത്ഥ മുസ്ലിം അല്ലേ? അതെങ്കിലും മനസ്സിലാക്കുക. മൊത്തം നീ ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് ആർക്കാണ്? നീയും നിന്റെ ഭാര്യ സെമിയും കൂടെ ഇത്തരത്തിലുള്ള ഈ വൾഗേഴ്സ് ചെയ്യുമ്പോൾ, വൾഗർ പരിപാടികൾ ചെയ്യുമ്പോൾ അതൊരു ഉത്തമ സമുദായത്തിൻ്റെ നെഞ്ഞത്തേക്കിട്ടാണ് കുതിര കയറുന്നത്. അതോടൊപ്പം തന്നെ അതൊരു ഉത്കൃഷ്ട പ്രവാചകനെയാണ് ചീത്ത പറയുന്നത്. അള്ളാഹുവിന് അതാ ഖുർആന്റെ ആളുകൾ ഞാൻ ഖുർആൻ ഓതി ഇട്ടിപ്പാണ്ട് വെച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ തന്നെ അങ്ങേയറ്റം ഇപ്പം എന്തായെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ തമാശ പറയുന്നതല്ലേ എന്നാണ് ഈ സെഫിയും സെമിയും കൂടെ പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് പവിത്രമായിട്ട് നിക്കാഹിലൂടെ ദാമ്പത്യം അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള ഈ വിവാഹ ജീവിതത്തെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തമാശ പറയുക എന്ന് പറയുന്നത്? ഈ ദാമ്പത്യം, ഉത്കൃഷ്ടമായ ഈ ദാമ്പത്യം നിങ്ങൾക്ക് തമാശ പറയാനുള്ളതാണോ? നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ തമാശ പറയണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞാൻ ആരും പറയുന്നില്ല. അതൊക്കെ ഇനി 4 ആൾ കേൾക്കുകയും നമ്മളൊക്കെ സാധാരണ തമാശ പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്ന വൾഗറായിട്ടുള്ള നോക്കണം, ഈ വളരെ തരംതാകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ച് എന്നിട്ട് അത് മുഴുവനും എന്താ പറയുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് എന്നിട്ട് അത് കാശാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ വൾഗർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയും, പൈസയ്ക്ക് വേണ്ടി. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് ഞങ്ങളെ പച്ച ഇറച്ചി. ഇപ്പം ഈ സാജിത പറയുന്ന മറ്റൊരു രീതി, ഞങ്ങളെ പച്ച ഇറച്ചി തിന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ്. കാരണം ഇവർക്കറിയാം ഇവരെല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട്. വെറുതെ റിയാക്ട് ചെയ്യുന്നതല്ല, ഗുണപാഠമില്ലാത്തത് കൊണ്ടാണ്, നന്മ നിങ്ങളുടെ വ്ളോഗുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലോകത്ത് എത്ര പോലെ ആളുകൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ റിയാക്ട് ചെയ്യുന്നത് നല്ല നിലക്കാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ വ്ളോഗുകളെ റിയാക്ട് ചെയ്യുന്നത് ഇതിൽ നന്മയില്ല, ഗുണപാഠമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് റിയാക്ട് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഈ തോന്നിവാസങ്ങളെ റിയാക്ട് ചെയ്യുമ്പോൾ
സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ പറയണത്? ഇതാ ഞങ്ങളെ പച്ചയിറച്ചി തിന്നോളി, ഞങ്ങളെ പച്ചയിറച്ചി തിന്നാൻ വേണ്ടിയിട്ട് കാണോ. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ പച്ചയിറച്ചിയാണ് മക്കളെ തിന്നണത്. നിങ്ങൾ ഏതെങ്കിലും ഒരാളുടേത് മാത്രമല്ല, നിങ്ങൾ നൽകുന്ന ഈ വീഡിയോയിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ വളരെ ആഭാസകരമാണ്. എന്നെ കാണില്ലപ്പോ ചെവിയും കേൾക്കില്ല അറിഞ്ഞിട്ട് ഞാൻ പറയുമ്പോ കളിയാക്കാനാണ്, ഈ പറയുമ്പോ ഒറിജിനൽ ആണ്. കെട്ടിയപ്പോഴും സ്നേഹിച്ചപ്പോഴും നിങ്ങൾക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരിത് കാണില്ലേ? നിങ്ങൾക്ക് ആങ്ങളമാര് പെങ്ങന്മാര് എന്നമാതിരി ഈ സെമിയൊക്കെ 10, 45, 50 വയസ്സ് പ്രായമായ പെണ്ണാണ്. ആ സ്ത്രീക്ക് 2 മക്കളുണ്ട്. അവരും അവരുടെ ഭർത്താക്കന്മാരും കാണില്ലേ? ലക്ഷോപലക്ഷം ആളുകൾ പുറം ലോകത്തും എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ ഈ സംസ്കാരം എങ്ങനെ കിട്ടിയതാണ് എന്ന് സ്വാഭാവികമായിട്ടും പറയും ആളുകൾ. അപ്പൊ തീർച്ചയായിട്ടും അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ ഖുർആൻ ഓതി തഹജ്ജുദ് നിസ്കരിച്ചു മറ്റതാക്കി മറിച്ചതാക്കി ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഇസ്ലാമിക സംസ്കാരം ഇങ്ങനെ തന്നെയാണ്, മുഹമ്മദിന്റെ സംസ്കാരം ഇങ്ങനെ തന്നെയാണ് എന്ന് ഈ സംഘികളും പ്രസംഗികളും മുസംഗികളും കൂടെ നന്നായിട്ട് ആഞ്ഞടിക്കുന്നത് ഈ സമുദായത്തിന്റെ നേരെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മക്കളെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏതോ ഒരു യൂട്യൂബർ ആളെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ആ യൂട്യൂബർ ഇത്തരത്തിൽ ഇവരുടെ ഡൈവോഴ്സിനെ കുറിച്ച് അവരുടെ വായയിൽ നിന്ന് വന്നതുകൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹം. ഞങ്ങൾ ഡൈവോഴ്സ് ആവുന്നു അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയാലോ, അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ തമാശ പറയാണ്. തമാശ പറയേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല മക്കളെ. നിങ്ങളുടെ ദാമ്പത്യം കൊണ്ട് നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതം ഇല്ലാതായി പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം, നിങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന നിക്കാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ആ നിക്കാഹ് മാത്രമേ ഇസ്ലാമികമുള്ളൂ. ആ ഉസ്താദ് വരുന്നു, എന്നിട്ട് ഈ ചെറുക്കൻ വരുന്നു അല്ലേ, എന്നിട്ട് ആ ചെറുക്കൻ്റെ കൈ ഈ വലിയൻ്റെ കൈയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇതാ എൻ്റെ മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ ഞാൻ ഇന്ന സ്വർണ്ണാഭരണം മഹർ തന്നുകൊണ്ട് സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു, റലീത്തു എന്നൊക്കെ പറഞ്ഞ് തൃപ്തിപ്പെട്ട് അത് മാത്രമേ എന്തുള്ളൂ ഇസ്ലാമികമായിട്ട് നടക്കുന്നുള്ളൂ. എന്നിട്ട് മുഴുവനും പിന്നെ അവിടെ നടക്കുന്നത് മുഴുവനും അനിസ്ലാമികമാണ്. എനിക്ക് പറയാനുള്ളത്, ഒരൊറ്റ ഉസ്താദും ഇതിന് തയ്യാറാവരുത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന ഒരു കല്യാണത്തിനൊക്കെ സാക്ഷിയായിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന രംഗമാണ് ഉണ്ടായത്. നിക്കാഹ് മാത്രം ഇസ്ലാമികം, ബാക്കി മുഴുവനും അനിസ്ലാമികം. അനിസ്ലാമികം ഒന്നും പറയാൻ വയ്യ. ഇതര വിഭാഗങ്ങളിലൊന്നും തന്നെ ഇത്ര വൾഗറായിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. അവിടെ പരിശുദ്ധമായ അവിടെ കർമ്മമാണ്, അഥവാ അവിടെ അഗ്നിസാക്ഷിയാക്കി അല്ലേ, അല്ലെങ്കിൽ ആ താലി ചെയിന് ഒക്കെ വളരെ മാന്യമായ രീതിയിലാണ് അവിടെ എല്ലാ നടപടിക്രമവും. അതും അതിനുശേഷം അവർ ഭക്ഷണം കൂടെ കൊടുക്കുന്നത് ആ ശുഭമുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം വളരെ മാന്യമായിട്ട് അവിടെ ഒരു ഇറച്ചി വിളമ്പാറില്ല. കണ്ടിട്ടില്ലേ? എന്താ കാരണം? അവിടെ വിശ്വാസം അനുസരിച്ച് അവിടെ മാംസാഹാരം കൊടുത്തുകൂടാ. അതുപോലെ തന്നെ പിന്നീട് അവിടെ ആ കൈ വീട്ടിൽ വന്നു ആ അമ്മ വളരെ മാന്യമായ രീതിയിൽ ആ എന്തോ വിളക്കൊക്കെ വെച്ച് ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന മഹത്വമുള്ളതാണ് അവരുടെ വിശ്വാസത്തിൽ. അതോടൊപ്പം അവരുടെ ആ വിശ്വാസം, ആ മാന്യമായ വിശ്വാസത്തെ അവർ ഫോളോ ചെയ്ത് ആ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ അടുത്ത ദിവസം തന്നെ രാവിലെ എഴുന്നേറ്റ് അവിടെ മാന്യമായ രീതിയിൽ ശുദ്ധമായതിനു ശേഷം അവർ ക്ഷേത്രത്തിൽ പോകുന്നു. ആ ഭാര്യയും ഭർത്താവും വേണമെങ്കിൽ കുടുംബങ്ങളോടുകൂടെ. എന്നിട്ട് പിന്നെയുള്ള ദിവസങ്ങളൊക്കെ അവർ മാന്യത വിട്ടുകൊണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ക്ഷേത്രത്തിൽ നടന്നുകൊണ്ട് അവരുടെ വീടുകളിലൊക്കെ നടക്കുന്ന വളരെ മാന്യം പരിധിയുള്ള വളരെ അന്തസ്സാർന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഈ മുസ്ലിം സമൂഹം മാത്രമേ ഇത്രയേറെ വൾഗറായിട്ട് കൊണ്ട് അവിടെ ഈ വിവാഹവും വിവാഹാനന്തര ആഘോഷങ്ങളും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത് വെറുതെ ഞാൻ അങ്ങോട്ട് തട്ടിവിടുകയല്ല. അപ്പോൾ എന്നതുപോലെ ഈ പറയുന്ന ഒരു സംഭവ കഥ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് എന്തിനാ ഇതൊക്കെ പറഞ്ഞു തരണത്? നമ്മളോട് കുന്തും ഹൈറ ഉമ്മത്തിൻ എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഉത്തമ സമൂഹമാണ്. അപ്പം നിങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും കാട്ടുന്നത് പോലെ കാട്ടാൻ പാടില്ലാത്തവരാണ്. അപ്പം നിങ്ങൾ മറ്റുള്ളവർ പോലും കാട്ടാത്ത അത്ര വൾഗറായിട്ട് നിങ്ങൾ കാട്ടുന്നു. അപ്പം നിങ്ങൾ പറയുന്നത് തോന്നിയതൊക്കെ പറയാണ്, അതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ നിങ്ങളോട് ആരാത് പറഞ്ഞു തരുന്നത്? നോക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ എന്താ പറയുക, നമ്മൾ പരിശുദ്ധമായ ഖുർആനിൽ ഒരു എന്താ പറയുക ഒരു സൂറത്തുണ്ട്, അഥവാ ഒരു അധ്യായമുണ്ട്, കൗലത്ത് ബിന്ദു സാലബ് അഥവാ സൂറത്ത് മുജാദില. നിങ്ങൾക്കൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും. ഖദ് സമീഅ അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്. നോക്കണം, എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് കൊണ്ട് തുടങ്ങിയിട്ടാണ് അത് തുടങ്ങുന്നത്. വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ആണ്.
ഇന്ന അല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അതാണ് അവസാനം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തോടടുത്ത് വരുന്ന തൻ്റെ ഒരു ഭർത്താവ് അഥവാ ഈ മുജാദില അഥവാ തർക്കിക്കുന്ന ഒരു വനിത, എന്താ പറയുക, ഔസുബുൻ സാമിത്ത് എന്നാണ് ഇയാളുടെ പേര്. നോക്കണം, കൗല എന്നാണ് ഈ സ്ത്രീയുടെ പേര്. അപ്പോൾ കൗലത്ത് എന്ന സ്ത്രീയും ഇയാളും തമ്മിൽ വെറുതെ എങ്കിലും ഒരു സൗന്ദര്യ പിണക്കം. ആ പിണക്കത്തിൽ എന്തു പറഞ്ഞു? ഇയാൾ പറഞ്ഞു അറബികളൊക്കെ പറയുന്ന മാതിരി, നീ എനിക്ക് ഇനി മുതൽ എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ്. ആ ദേഷ്യമൊക്കെ കഴിഞ്ഞ് വേറെ വൃത്തിയോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ ആൾക്കാർ അങ്ങനെയൊന്നും അല്ലല്ലോ പറയുക, പലതും പറയും. ഈ വർത്തമാനം പറഞ്ഞതിന് ശേഷം, അതൊക്കെ ദേഷ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പുരുഷൻ അവളുടെ ഭാര്യയെ പ്രാപിക്കുന്നതിന് വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ആ സ്ത്രീ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ഒരിക്കലുമില്ല, നിങ്ങൾ തോന്നുമ്പോൾ എന്തെങ്കിലും പറയുക പറ്റില്ല. അന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. ആ സ്ത്രീ മദീന പള്ളിയിൽ ഇരുന്നിരുന്ന അഷ്റഫുൽ ഖൽക്ക് നബിതങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അയാളുമായിട്ട് വിധേയപ്പെട്ട് ജീവിച്ചു പോകാൻ, അഥവാ ഞങ്ങളുടെ നിക്കാഹിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ സ്ത്രീ വിവരിച്ചു. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നത് വരെ. അപ്പോഴാണ് സങ്കടപ്പെട്ടുകൊണ്ട് ആ സ്ത്രീയുടെ ആവർത്തിച്ചുള്ള ആവശ്യം അള്ളാഹു കേട്ടിട്ടുണ്ട് എന്നാണ്. അതാണ് കത് സമീഅ അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ സർവശക്തനായ റബ്ബിൻ്റെ ദൂതനുമായിട്ട് തർക്കിക്കുന്ന ഒരു പെണ്ണിൻ്റെ കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലും ഹബീബുമായിട്ടുള്ളവരെ നിങ്ങളുടെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട്. അതാണ് കത് സമീഅ അള്ളാഹു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരം അള്ളാഹു നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട് തുടർന്ന് വരുന്ന ആയത്തുകളിൽ. അതായത് ആ സ്ത്രീയോട് പറയൂ ഫക്കു റഖബ എന്ന് പറഞ്ഞാൽ ഒരടിമയെ മോചിപ്പിക്കാൻ. നോക്കണം, അതിന് ഗൗരവമാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ 60 ദിവസം അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അതല്ലെങ്കിൽ 60 ദിവസം അയാൾ വ്രതമെടുക്കട്ടെ. തിരുമേനിയോട് ഈ 3 കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഏതാണ് കുറച്ച് ലഘുവായത് എന്ന് ആ സ്ത്രീ ചിന്തിച്ചിട്ട് പറഞ്ഞു. നോക്കണം, അള്ളാഹുവിൻ്റെ റസൂല് ആ സ്ത്രീയോട് ചോദിച്ചു, ഈ നിങ്ങളുടെ ഭർത്താവിന് തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ കഴിയില്ല പ്രവാചകരെ, അദ്ദേഹത്തിന് രോഗവും വാർദ്ധക്യവുമാണ്. എന്നാൽ ഒരു 60 അനാഥർക്ക് ഭക്ഷണം കൊടുക്കാനോ നോക്കണം, അതിനും കഴിയില്ല പ്രവാചകരെ, ഞങ്ങൾ ദരിദ്രരാണ്. നോക്കണം, അപ്പോൾ എന്ത് കാര്യങ്ങളാണ്? 3 അടിമയെ മോചിപ്പിക്കുക, ഇതൊന്നും കഴിയില്ല. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാരുണ്യമാണത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതിന് പാകമില്ല അള്ളാഹുവിൻ്റെ റസൂലെ. അപ്പോൾ ശഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞു, ശഹാബിമാരെ, നിങ്ങൾ ഈ സ്ത്രീയെ സഹായിക്കൂ. അപ്പോൾ ആ സ്ത്രീക്ക് എന്തായി? എല്ലാവരും കൂടെ അതിനുള്ള ഓഹരി കൊടുത്തു. എന്നിട്ട് നബിതങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു, ഇത് നിങ്ങൾ എന്തു ചെയ്യൂ, നിങ്ങൾ പാവങ്ങൾക്ക് ദാനമായിട്ട് ധർമ്മമായിട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു. നോക്കണം, അപ്പോൾ അത്രമാത്രമുള്ള റിസ്ക് ഉണ്ട് യഥാർത്ഥത്തിൽ. ഇത്തരത്തിലുള്ള ഞങ്ങൾ തമാശ പറയുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ടാത്ത ചിരിപ്പിച്ചതാണ്, ഞങ്ങൾ ഇങ്ങനെ നേരം പോക്ക് പറയല്ലേ, അല്ലേ സെഫിയെ, അല്ലേ സെമിയെ എന്ന് ഇവരിരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വീണ്ടും രണ്ടാമത് ചിലപ്പോൾ നിക്കാഹ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രായശ്ചിത്തവും നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചത് മാത്രമല്ല, ആരും അത് ആലോചിച്ചിട്ടല്ല. അതൊന്നും ഇപ്പം നമ്മുടെ സമുദായം ആലോചിക്കുന്നേ ഇല്ല. അതാണ്, അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തത്. അപ്പം നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഞങ്ങൾ നിയമ നടപടി എടുക്കൂട്ട എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്കെതിരെ ഒട്ടനേകം നിയമ നടപടികളുടെ കൂമ്പാരമാവും നിങ്ങൾക്ക് അങ്ങോട്ട് വന്നു ചേരുക. കാരണം മറ്റുള്ളവർക്ക് നിയമ നടപടി എടുക്കാൻ നിങ്ങൾ നിന്നു കൊടുക്കുന്നതല്ലേ. നിങ്ങൾ നിങ്ങളുടെ ചപ്പുചവറുകളെ, നിങ്ങളുടെ രഹസ്യങ്ങളെ നിങ്ങളുടെ അകത്തളത്തിൽ ഇരുന്ന് ചെയ്യേണ്ടതും പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കാക്കയും പൂച്ചയും ഒക്കെ എടുത്ത് പെറുക്കി കൊണ്ടുപോകുന്നത് പോലെ ആളുകൾ സ്വാഭാവികമായിട്ടും അത് റിയാക്ട് ചെയ്യും. നിങ്ങളുടെ അകത്ത് അടുക്കളയിൽ വന്നിട്ടല്ല, നിങ്ങളുടെ ബെഡ്റൂമിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതല്ല ഞങ്ങളാരും. നിങ്ങൾ പുറം ലോകത്തേക്ക് ഇത് വാരി വലിച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കാണുന്ന കാണികൾ അവർക്ക് അത് റിയാക്റ്റിംഗ് വ്ളോഗായിട്ട് അവർ ചെയ്യും. നിങ്ങൾ വ്ളോഗ് ചെയ്യുമ്പോൾ തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ റിയാക്റ്റിംഗ് വ്ളോഗ് ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കമൻറ്റ് കൊണ്ടൊന്നും അതുകൊണ്ട് പേടിക്കുന്നവരൊന്നും അല്ല അവരൊന്നും. ആരും ഈ റിയാക്റ്റീവ് വ്ളോഗ് ചെയ്യുന്നവരൊന്നും ഒരു കമൻറ്റിലൂടെ നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഇതാ ഞങ്ങൾ കാണിച്ചു തരാം,
ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും, അങ്ങനാക്കും ഇങ്ങനാക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല നിയമം ലോകത്തുള്ളത്, നിയമം എല്ലാവർക്കും ഉണ്ട്. ഇത് മുഴുവൻ അതിൻ്റെ നിയമാവലിയൊക്കെ ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് ചവറ് വാരിയിടുന്ന നിങ്ങളും ഇതിൽ കുറ്റക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ റിയാക്റ്റീവ് വ്ളോഗ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും മാന്യമായും മര്യാദയിലും ജീവിക്കുകയും അതോടൊപ്പം തന്നെ വ്ളോഗുകൾ ചെയ്യുകയും ചെയ്യാനുള്ള ഒരു പ്രചോദനമാവട്ടെ നിങ്ങൾക്ക്. ഈ സമുദായത്തെ പറയിപ്പിക്കാതെ, ഈ സമുദായത്തെ തേജോവധം ചെയ്യുന്നതിന് ഇടയാക്കാതെ. നിങ്ങൾ മുസ്ലിം നാമം സ്വീകരിച്ചവർ മാത്രമല്ലേ, അല്ലാതെ നിങ്ങൾക്ക് എന്തോ അലക്കേയുള്ളത്? എന്നിട്ട് നിങ്ങളുടെ ഈ മുസ്ലിം നാമം മാത്രം മതി ഈ സമുദായത്തെയും ആ സമുദായത്തിൻ്റെ പ്രവാചകനെയും ആ വേദഗ്രന്ഥത്തെയും ഒക്കെ നിന്ദിക്കാനും അപമാനിക്കാനും അവഹേളിക്കാനും ഒക്കെ നിങ്ങളുടെ ഈ കാട്ടിക്കൂടൽ ധാരാളം മതിയാകും എന്ന് നിങ്ങളെ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അല്ലാതെ ഞങ്ങൾ പച്ചിറച്ചി തിന്നുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ ഇറച്ചിയും തിന്നുന്നുണ്ട്, പച്ചിറച്ചിയും തിന്നുന്നുണ്ട്, നിങ്ങൾ ഉണങ്ങിയ ഇറച്ചി തിന്നുന്നുണ്ട്, നിങ്ങൾ മാലിന്യ ഭോജനവും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.